കോൺഷ്യസ് ക്രിയേഷനിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടുന്നത് എങ്ങനെയാണ്? എന്താണ് കോൺഷ്യസ് ക്രിയേഷൻ? ഓരോ ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ചില രീതികളുണ്ട്. ഒന്ന്, നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ അറിയണം. നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തമായി നിങ്ങൾക്കറിയുമോ? എന്ന് ആ ആഗ്രഹങ്ങൾ നേടണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവണം. എത്ര വലിയ ആഗ്രഹങ്ങളായാലും നമുക്ക് ഇപ്പോൾ 2040 നമ്മൾ എന്താണ് നേടാൻ കഴിയുന്നത്? നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ആ സമയത്ത് ഉണ്ടായിരിക്കേണ്ടതായ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നിറവേറ്റപ്പെടേണ്ടതായ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇന്ന് സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നും. നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാക്കിയെടുക്കുക. ഇത് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് വളരെ നല്ല രീതിയിൽ ഇൻപുട്ട് കൊടുക്കുക. ഉപബോധ മനസ്സിൽ എങ്ങനെയാണ് നമുക്ക് കടത്താൻ കഴിയുക? നമ്മളുടെ ഇപ്പോഴത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ പല വിധത്തിലുള്ള ടെക്നിക്കുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പലതും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കോൺഷ്യസ് ക്രിയേഷൻ. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ കാര്യത്തെ നമ്മൾ ഇപ്പോൾ 2040, 2050 ഒക്കെ നമ്മളുണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് വേണ്ടതായ ആഗ്രഹങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ആ വ്യക്തമായിട്ട് അതിൻ്റെ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ടൊരു ഡ്രീം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? അന്ന് ഒരു ഈവൻറ്റിൽ നമ്മൾ 2040 ഒരു ഡിസംബറിൽ നമ്മൾ എന്താണ് നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ ഏത് വാഹനമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക, വീട്ടിൽ എന്തൊക്കെ ഉണ്ടാകും, നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും, നമ്മളൊന്നൊരു ചിത്രരൂപേണ നമുക്കത് കാണാൻ കഴിയണം. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെ നമ്മൾ കാണാൻ കഴിയണം, അതിൻ്റെ നിറത്തെ കാണാൻ കഴിയണം. നമ്മളെവിടെയായിരിക്കും, നമ്മളുടെ പൊസിഷൻ എന്തായിരിക്കും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര തുകയുണ്ടാവും, ഇത് നമ്മൾ അറിയണം. അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളത് ചിന്തിക്കാൻ കഴിഞ്ഞാൽ, നമുക്കത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ കഴിയും. നമ്മൾ എന്താണ് വേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ ധാരണയുണ്ടാക്കി അതിനെ വ്യക്തമായി ചിത്രീകരിക്കുക, അതിനെ വ്യക്തമായി എഴുതുക, അതിൻ്റെ സമയം എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. ആ സമയത്ത് നമുക്ക് എങ്ങനെയാണിത് സംഭവിക്കുക, അത് എന്ത് രീതിയിലാണ് നമ്മൾ ഉണ്ടാവുക എന്ന് എഴുതുക, അത് എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടതെന്ന് എഴുതുക, അതിൻ്റെ ഒരു ഓഡിയോ തയ്യാറാക്കുക. ആ ഓഡിയോ ഈ വിഷ്വല് ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിരന്തരം നമ്മൾ കേൾക്കുക, അതുപോലെ തന്നെ കാണുക, എഴുതിയിരിക്കുന്നത് വായിക്കുക. ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. എന്നും മാത്രമല്ല, 2040 കാര്യമാണ് നമ്മൾ കാണുന്നതെങ്കിലും നമുക്ക് ആ അച്ചീവ്മെൻറ്റ്സിലേക്കുള്ള വഴികൾ ഓരോന്നായി തുറക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ മാറുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഫ്യൂച്ചറുള്ള കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതാനും വ്യക്തമായി കാണാനും വ്യക്തമായ തീയതി ഉണ്ടാക്കാനും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിടാനും സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മളുടെ പ്രശ്നങ്ങൾ ഓരോന്നായി മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി കാണാൻ കഴിയണം, വ്യക്തമായി നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടണം. ഇത് തന്നെയാണ് എല്ലാ കമ്പനികളും. നിങ്ങൾക്കറിയോ, ഇപ്പം വളരെ വിദഗ്ധമായ വളരെ വലിയ നല്ല കമ്പനികളിൽ ഇതുപോലെ അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ഈ സ്ട്രാറ്റജിയിൽ ആ കമ്പനിയുടെ മേധാവി മുതൽ അതിൽ താഴെയിലുള്ള വ്യക്തികൾ വരെ ഈ സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ടാവും. അവരുടെ പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. ആ ഓരോ വ്യക്തികളും ചെയ്യേണ്ട വർക്കുകൾ, ഓരോ ദിവസത്തെ വർക്കുകളും ഡിഫൈൻഡ് ആയിരിക്കും. 10 വർഷം കൊണ്ട് കമ്പനി ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും അറിഞ്ഞിട്ടുണ്ടാവും. അതിലേക്കാണ് അവർ പോകുന്നതെന്ന് വ്യക്തമായിട്ടൊരു ധാരണ ആ കമ്പനിക്ക് ഉണ്ടാവും. അതുകൊണ്ട് അവരത് നേട്ടം കൊയ്യും. ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ടാറ്റയും ബിർളയും റിലയൻസ് അംബാനിയും അങ്ങനെ എല്ലാ സക്സസ് ആയിട്ടുള്ള വ്യക്തികളും ഇവിടെ ഉണ്ടായതും ആ കമ്പനികൾ സക്സസ് ആയതും. അപ്പം അതുകൊണ്ട് ആ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. പലപ്പോഴും വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്തേക്കുള്ള കാര്യത്തെ കാണാനുള്ള കഴിവുണ്ടാവില്ല. അതെങ്ങനെയാണെന്നുള്ള ബ്ലാങ്കായി പോകും. അത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് പ്രിപ്പയർ ചെയ്യാനും വ്യക്തമായ ധാരണ ഉണ്ടാവാനും
നമ്മളതിന് വേണ്ടിയിട്ടാണ് കോൺഷ്യസ് ക്രിയേഷൻ പഠിപ്പിക്കുന്നത്. ആ കോൺഷ്യസ് ക്രിയേഷനിലൂടെ നിങ്ങൾക്ക് ഇത് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, നമ്മളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, ജീവിതം എങ്ങനെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മളുടെ നെഗറ്റീവ് ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നമ്മളിൽ നിന്ന് കളയാം, ഇതെല്ലാം കോൺഷ്യസ് ക്രിയേഷനിൽ വരും. നമ്മുടെ ഈ പ്രാണദർശനിൽ കോൺഷ്യസ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തന്നെയുണ്ട്. ആ പ്രോഗ്രാം എല്ലാ ദിവസവും പല സമയത്തായിട്ട് അതിൻ്റെ 1 hour വീതമുള്ള തെറാപ്പികളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം വീതം നമുക്ക് ദിവസവും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതായ ശരീരത്തിന് വേണ്ടതും മനസ്സിന് വേണ്ടതും ഫ്യൂച്ചറിലേക്ക് വേണ്ടതുമായ എല്ലാ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റപ്പെടാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്ത് കാണണം, അത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നല്ല മ്യൂസിക്കും നമ്മളുടെ മനസ്സിൻ്റെ നല്ല താളത്തിന് നമ്മളുടെ ബ്രെയിനിലേക്ക് കയറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒന്നാണ് കോൺഷ്യസ് ക്രിയേഷൻ. അതിന് മുന്നേ തന്നെ നമുക്ക് തുടക്കത്തിലേ മുതലേ നമ്മുടെ ബോഡിയെ ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, ഇമോഷണൽ പ്രോബ്ലത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളുടെ വിഷയങ്ങളെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാനിഫെസ്റ്റേഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കോൺഷ്യസ് ക്രിയേഷൻ എന്ന പ്രോഗ്രാമും നമ്മുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വ്യക്തമായി അറിയുന്നതിനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നന്ദി, നമസ്കാരം.